ചോറ്റാനിക്കര അമ്മയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും മനോഹരവും ഭക്തിനിർഭരവുമായ ഒന്നാണ് വിൽവാങ്കലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട കഥ. അത് നമുക്കൊന്ന് നോക്കാം. ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യം. പണ്ട് ചോറ്റാനിക്കര പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നു. അവിടെ കണ്ണപ്പൻ എന്നു പേരുള്ള ഒരു ക്രൂരനായ വേടൻ താമസിച്ചിരുന്നു. ദിവസവും മൃഗങ്ങളെ വേട്ടയാടി ജീവിച്ചിരുന്ന കണ്ണപ്പന് തന്റെ മകളെ ജീവനായിരുന്നു. ഒരു ദിവസം കണ്ണപ്പൻ മനോഹരമായ ഒരു പശുക്കിടാവിനെ ബലി നൽകാനായി പിടിച്ചുകൊണ്ടുവന്നു. എന്നാൽ അവന്റെ മകൾ ആ പശുക്കിടാവിനെ ജീവനുതുല്യം സ്നേഹിക്കുകയും അതിനെ കൊല്ലരുതെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. മകളുടെ ആഗ്രഹം മാനിച്ച് കണ്ണപ്പൻ ആ പശുവിനെ വിട്ടുകൊടുത്തു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കകം മകൾ മരിക്കാനിടയായി. ദുഃഖിതനായ കണ്ണപ്പൻ മകളെ ദഹിപ്പിച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത്. താൻ സ്നേഹിച്ച പശുക്കിടാവും തന്റെ മകളും കല്ലായി മാറിയിരിക്കുന്നു. ആ കല്ലുകളാണ് ഇന്നത്തെ ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വിൽവാങ്കലം സ്വാമിയാർ ഈ വഴി വന്നപ്പോൾ പുല്ലുപിടിച്ചു കിടക്കുന്ന ആ പ്രദേശത്ത് ചൈതന്യമുള്ള ഒരു പ്രതിഷ്ഠ കണ്ടു. അവിടെ ലക്ഷ്മീദേവിയുടെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിയുകയും പുലർച്ചെ മൂകാംബിക ദേവി ചോറ്റാനിക്കരയിൽ ഭക്തർക്ക് ദർശനം നൽകിയ ശേഷമേ കൊല്ലൂരിലേക്ക് മടങ്ങുകയുള്ളൂ എന്ന് ഭക്തരെ അറിയിക്കുകയും ചെയ്തു. അതാണ് ഇന്നും ചോറ്റാനിക്കരയിലെ പ്രശസ്തമായ കീഴ്ക്കാവ് ഭഗവതിയുടെയും മേൽക്കാവിലെ അമ്മയുടെയും ചൈതന്യത്തിന് പിന്നിലെ രഹസ്യം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ പിന്നെ ഒട്ടും മടിക്കണ്ട. ലൈക്ക് ബട്ടൺ ഒരു ചെറിയ തട്ട് കൊടുക്കില്ലേ? അത് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒരു ചിരി വിരിയും. സബ്സ്ക്രൈബ്. ഇതുപോലുള്ള അടിപൊളി കഥകളും വിശേഷങ്ങളും എന്നും നിങ്ങളിലേക്ക് എത്താൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൂടിക്കോളൂ. ബെൽ ഐക്കൺ ഞങ്ങളുടെ വീഡിയോകൾ വരുമ്പോൾ തന്നെ ഫോണിൽ കിലുങ്ങാൻ ആ മണിയൊന്ന് അടിക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. അപ്പോ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.